അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന 8 വിഭാഗം സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന മക്കളിലോ മാതാപിതാക്കളിലോ സഹോദരങ്ങളിലോ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവങ്ങൾ ഇല്ല എങ്കിൽ അത് വാർത്തെടുക്കാൻ, അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം എന്ന നിയ്യത്തോടുകൂടെ ആയിരിക്കണം. നിസ്കരിക്കുന്നതും നോമ്പനുഷ്ഠിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും മറ്റു സേവനങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി മാറണം. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരണപ്പെട്ട് ഖബറിൽ വിജയിച്ച് പാരത്രിക ലോകത്ത് വിജയിച്ച് നാളെ സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെയാവണം എന്നതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് 8 സ്വഭാവങ്ങളെക്കുറിച്ചാണ്, 8 വിഭാഗം സ്ത്രീകളെക്കുറിച്ചാണ്. ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് നമുക്ക് കണക്കാക്കാം. ആ 8 വിഭാഗങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ അടയാളങ്ങൾ. ഒന്നാമത്തെ അടയാളം തഖ്വയും അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കലുമാണ്. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും ഏത് പ്രവൃത്തി ചെയ്യുന്നതും. നിസ്കരിക്കുന്നതും നോമ്പനുഷ്ഠിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും തഖ്വയോടുകൂടെ അള്ളാഹു ഇഷ്ടപ്പെടണം എന്നുള്ള നിയ്യത്തോടുകൂടെ ആയിരിക്കണം. നമ്മൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത് എന്ന് ആലോചിച്ചു നോക്കുക. മറ്റൊരാൾ കാണാൻ വേണ്ടി നിസ്കരിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും അത് തഖ്വയില്ലാത്തവരുടെ പ്രവൃത്തിയാണ്. ഞാൻ ഹിജാബ് ധരിക്കുന്നത്, പർദ്ദ ധരിക്കുന്നത് അള്ളാഹു ഔറത്ത് മറക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഔറത്ത് പ്രദർശിപ്പിക്കുക എന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹിജാബ് ധരിക്കുന്നതും പർദ്ദ ധരിക്കുന്നതും എന്ന നിയ്യത്തോടുകൂടെ. ഞാൻ നിസ്കരിക്കുന്നത് മറ്റാരെയും കാണിക്കാനല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മക്കളെ വളർത്തി വലുതാക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, മറ്റു സേവനങ്ങൾ ചെയ്യുന്നതൊക്കെ മറ്റാരും കാണാൻ വേണ്ടിയല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല ഒരു അടിമയായി മാറണം എന്നുള്ള നിയ്യത്തോടു കൂടെയാണ്. അങ്ങനെയാണ് എങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹു തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അത്തരം വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തഖ്വയുള്ള ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ കർക്കശത്തോടുകൂടെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇനി രണ്ടാമത്തെ കാര്യം അൽ മുഹാഫളതു അലസ്സലാത്ത്. നിസ്കാരം നിലനിർത്തുന്നവർ. ഏത് തിരക്കിലാണെങ്കിലും, ഏത് കല്യാണത്തിലാണെങ്കിലും, ഏത് യാത്രയിലാണെങ്കിലും നിസ്കാരത്തെക്കുറിച്ച് മറ്റൊരു ചിന്തയുമില്ല. നിസ്കരിക്കണം. യാത്ര പോകുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടോ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ? കല്യാണത്തിന് പോകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ? യാത്ര പോകുമ്പോൾ, മറ്റു ആഘോഷങ്ങൾക്ക് പോകുമ്പോൾ നിസ്കാരക്കുപ്പായം കയ്യിൽ പിടിച്ചു പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അവരല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു കോംപ്രമൈസും ഇല്ല. നിസ്കാരത്തിലാണ് 1-ാം സ്ഥാനമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി 3-ാമത്തെ കാര്യം അസ്സുദുഖ് വൽ ഇഖ്ലാസ്. സത്യസന്ധതയും നിഷ്കളങ്കതയുമാണ്. ഏതൊരു പ്രവൃത്തിയും മറ്റൊരാളെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാവുന്നില്ല. ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കെതിരെ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ, മക്കൾക്കെതിരെ ഒരു വഞ്ചനയും ഈ സഹോദരി ഒരിക്കലും ചെയ്യുകയില്ല. വാക്കാലെ പ്രവൃത്തിയാൽ അവരുടെ ജീവിതത്തിൽ ഒരു കളവും സംഭവിക്കുകയില്ല. അവരൊരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ തോറ്റുപോയാലും ഒരിക്കലും അവർ ആരുടെയും മുമ്പിൽ കളവ് പറയുകയില്ല. അത്തരക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അസ്സുദുഖ് വൽ ഇഖ്ലാസ്.
പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുസ് സാദിഖീൻ, സത്യസന്ധതയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നതാണ്. സത്യസന്ധത മറ്റൊരാൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഫേക്കായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയും നിഷ്കളങ്കതയും അള്ളാഹു നൽകട്ടെ. ഇനി നാലാമത്തെ വിഭാഗമാണ് അസ്സബ്റു ഫിൽ മിഹൻ. അസ്സബ്റു ഫിൽ മിഹൻ, എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കുന്നവരായിരിക്കും. രോഗങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, തോൽവികൾ വരുമ്പോൾ റബ്ബിനെ പഴിക്കാതെ അല്ലാഹുവേ ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണല്ലോ, എനിക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ, നീ കാരുണ്യവാനാൻ, നീ കരുണാനിധിയാൻ, എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും അവർ ക്ഷമിക്കുന്നവരാണ്. അസ്സബ്റു ഫിൽ മിഹൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണ്. ജീവിതത്തിൽ ക്ഷമയുള്ളവരായി മാറുക. നമ്മുടെ ഉമ്മമാരിൽ, സഹോദരിമാരിൽ നമ്മൾ അറിയുന്ന സ്ത്രീകളുണ്ട് എങ്കിൽ അവർ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇനി അഞ്ചാമത്തതാണ് അൽ ഹയാഉ വൽ ഹിജാബ്, ലജ്ജയുള്ള സ്ത്രീകൾ, മറയുള്ള സ്ത്രീകൾ. മറ്റുള്ളവരുടെ മുമ്പിൽ ശരീരം ഇങ്ങനെ തുറന്നു കാണിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം പേഴ്സണൽ ലൈഫ് തുറന്നു കാണിക്കാതെ, സോഷ്യൽ മീഡിയയിൽ വന്ന് തൻ്റെ ജീവിതത്തിൻ്റെ, തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, തൻ്റെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, തൻ്റെ മക്കളുടെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക്കായി വന്ന് പറയുന്ന ആളാവുകയില്ല, അത്തരക്കാരാവുകയില്ല. നമ്മൾ ഇന്ന് പറയുന്നത് വൽ ഹയാഉ വൽ ഹിജാബ്, ലജ്ജയുള്ളവരെ കുറിച്ചാണ്. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും പ്രദർശിപ്പിക്കുകയില്ല. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു ലജ്ജയുള്ള ആളുകൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആറാമത്തെ വിഭാഗമാണ് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമുള്ള ആളുകൾ. അവരോട് സംസാരിക്കുന്നത് നല്ല സംസാരമാണ്. അവരോട് കുറെ നേരം സംസാരിക്കാൻ തോന്നും. കാരണം അല്ലാഹു അവർ നല്ലതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരാളോടും ദേഷ്യമില്ലാതെ, അസൂയയില്ലാതെ, പോരില്ലാതെ ജീവിക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മനസ്സിൽ നന്മയുള്ള അത്തരക്കാരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അവരുടെ മനസ്സിൽ അസൂയയില്ല, മറ്റൊരാളോട് ദേഷ്യമില്ല, അവരെന്ത് ചെയ്യുന്നതും റബ്ബ് സ്വീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി അടുത്ത വിഭാഗമാണ് ബിർറുൽ വാലിദൈനി വൽ ഇഹ്സാനി ഫിൽ ഇലാഖാത്ത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവർ, അതുപോലെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ. അല്ലേ, സ്വന്തം മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ വീട്ടിലേക്ക് ചൊല്ലുന്നു, കുളിപ്പിക്കുന്നു, അവരെ വസ്ത്രം ധരിപ്പിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അവർ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്, ദുആക്ക് ഇജാബത്തുള്ളവരാണ്. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലുണ്ടാകുമ്പോൾ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, എന്തെങ്കിലും ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കില്ല ഇവർ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അയൽവാസികളാകുന്ന പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കും, മാതാപിതാക്കൾക്ക്, ജ്യേഷ്ഠാനുജന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന കുടുംബങ്ങൾക്കിടയിലെ പാലങ്ങളായിരിക്കും ഇവർ, ബന്ധങ്ങൾ നിലനിർത്തുന്നവരായിരിക്കും ഇവരെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ പുലർത്തുന്ന ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിഭാഗമാണ്. ഇനി അടുത്ത വിഭാഗമാണ് അദ്ദിക്റു വദ്ദുആഉ ദായിം, എപ്പോഴും ദുആ ഇരക്കുന്നവർ, എപ്പോഴും ദിക്ർ ചൊല്ലുന്നവർ.
എന്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനെ സ്മരിക്കലാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. റബ്ബിനെ ഓർക്കുകയാണ്, റബ്ബിനെ കുറിച്ച് പറയുകയാണ്, റബ്ബിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എപ്പോഴും ഏതാവശ്യം വരുമ്പോഴും റബ്ബിന്റെ മുമ്പിൽ ആദ്യം മലർത്തുന്നത് അവരുടെ കൈകളായിരിക്കും. അല്ലാഹുവേ, വലിയ പ്രതിസന്ധിയിലാണ്, മക്കളെ കാക്കണേ അല്ലാ, കുടുംബത്തിന് വിജയം നൽകണേ അല്ലാ, ജോലി നൽകണേ അല്ലാ, അസുഖം ഭേദമാക്കണേ അല്ലാ എന്നിങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവരാദ്യം റബ്ബിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത്തരക്കാർ ദുആക്ക് ഇജാബത്തുള്ളവരാണ്. ദിക്റുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ജീവിതം ധന്യമാക്കിയവരെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു പറയുന്നുണ്ട്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നവർ, ഓർക്കുന്നവർ, അങ്ങനെ ഓർത്താൽ അത്തരം ആളുകളെ അള്ളാഹു ഓർക്കുന്നതാണ് എന്നാണ് ഈ പരിശുദ്ധ ഖുർആനിലൂടെ, ഈ ഹദീസിൽ, ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം വിഭാഗങ്ങൾ, ഇത്തരം സ്വഭാവങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞ് 8 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവരാകണം, അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാവണം, അള്ളാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാവണം. ഏത് പ്രവൃത്തിയിലും മുൻഗണന കൊടുക്കുന്നത് റബ്ബിൻ്റെ തീരുമാനങ്ങൾക്കും റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾക്കുമായിരിക്കണം. അത്തരക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാണ് നാളെ സ്വർഗത്തിൽ കാത്തുവച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.